മാത്രമല്ല ആരോഗ്യവുമായി ബന്ധപ്പെട്ട ബില്ലുണ്ട്, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ശരിയാണ്. പക്ഷേ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ബില്ലുണ്ട്, പിന്നെ തണ്ണീർത്തടം. പക്ഷേ ഇതൊന്നും ഇമ്മീഡിയറ്റ് ആവശ്യം നമുക്ക് പറഞ്ഞുകൂടാ. ഭേദഗതിയുണ്ട്. ഓർഡിനൻസ് ഇതേ ഗവർണർ ഒപ്പിട്ട ഓർഡിനൻസ് ആണ് ഭൂനിയമ ഭേദഗതിയായിട്ട് വരുന്നത്. ഭൂനിയമ ഭേദഗതി, മിൽമയുമായി ബന്ധപ്പെട്ടത്, തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ടത്, ലോകായുക്ത ബില്ല്. ഈ ബില്ലിനൊക്കെ അപ്പുറത്താണ് അരുണെ നമ്മുടെ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം പ്രതിസന്ധിയിലായിരിക്കണം. വൈസ് ചാൻസലർ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം ഇല്ല. ഞാൻ പറഞ്ഞ 5, 3, 8 സർവകലാശാലയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. ചുമതലകളാണ്. അതെ, എല്ലാ സർവകലാശാലകൾക്കും ചുമതലകളുണ്ട്. ചുമതലകളുടെ ആൾക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നോക്കൂ, ഗവർണറാണ്. ഇനി നോക്കൂ, ഇനി നമുക്ക് താല്പര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സിൻഡിക്കേറ്റിലും സെനറ്റിലേക്കും നിയമനം നടത്താൻ അല്ല ഇനിയിപ്പോ പുതിയ സർവകലാശാല വൈസ് ചാൻസലർമാരെ നമുക്ക് നിയമിക്കണമെങ്കിൽ ഈ പറയുന്ന സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബില്ല്, അതേപോലെ തന്നെ ചാൻസലറിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഗവർണറാണ് അതിന് തടസ്സം നിൽക്കുന്നതെന്നാണ്. ആ അർത്ഥത്തിൽ ഹൈക്കോടതിയിൽ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി. 20 ലക്ഷം രൂപ അനുവദിച്ചു. പക്ഷേ 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ആ വിരുന്ന് സൽക്കാരത്തിൽ ഞങ്ങൾ പങ്കെടുക്കാനില്ല. അത് ഇന്നത്തെ ഒരു ഇൻസിഡന്റ് കൊണ്ട് കൂടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവണം. കാര്യം ഗവർണറുമായി ഒരു ഏറ്റുമുട്ടൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയില്ലേ, 12 മണിക്കൂർ മുമ്പ് പാലക്കാട് SFI കരിങ്കുടി കാണിച്ചു ഈ ഗവർണറെ. പിന്നീട് വൈകുന്നേരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി പോയി രാജ്ഭവനിൽ പോയി ചായ കുടിക്കാൻ നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയമായൊരു തീരുമാനം തന്നെയാണ് ഗവർണർക്കെതിരെയുള്ള. ഊഷ്മളമാകാനുള്ള സാധ്യതയെ തീർച്ചയായിട്ടും ഊഷ്മളമാകാനുള്ള സാധ്യതയില്ല. അവിടെ ഒരു ഒത്തുതീർപ്പും നമ്മൾ കാണുന്നില്ല. ഇനി അത് വരാൻ പോകുന്നത് കോടതിയിൽ നിന്നാണ്. പക്ഷേ കോടതിയിൽ വരുന്നതിന് മുൻപ് ഗവർണർ ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യതയും ഗവർണർ ആ ടഫ് സ്റ്റാൻഡിൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്ന്. അല്ല, ഗവർണറിന് ഇനഫ് റീസൺ നമ്മൾ പറയത്തില്ല, ഇനഫ് റീസൺ ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഒന്ന്, ഈ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. എന്നിട്ട് സുപ്രീം കോടതി ഒരു അടി കിട്ടി. ഞങ്ങളൊരു പഞ്ചാബ് വിധി പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിക്ക്, നിങ്ങളുടെ അധികാരം വളരെ പരിമിതമാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. ആകപ്പാടെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയൊരു ആശ്വാസം മറ്റേ MS ജയശ്രീയുടെ കേസിലാണ്. ഈ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നീക്കുന്ന നടപടിയെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞൊരു വിധി മാത്രമാണ് യഥാർത്ഥത്തിൽ ഗവർണർക്ക് ആശ്വാസകരമായിട്ടുള്ളത്. മറ്റത് ഗവർണർ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗവർണർക്കെതിരെ കേരളത്തിലുടനീളം കരിങ്കൊടി പ്രകടനം ആണല്ലോ. ആ കാര്യത്തിൽ ആരെയാണ് കുറ്റക്കാരനാക്കി നിർത്തുന്നത്? SFI അല്ല കുറ്റക്കാരനാക്കി നിർത്തുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ പോലീസിനെയുമാണ്. വലിയൊരു ആക്ഷേപം കേരളത്തിലെ ഗവർണർ ഉന്നയിച്ചത് എന്താണ്? പോലീസുകാർ കൊണ്ടുവന്ന് ഈ അക്രമകാരികളെ അവിടെ വിട്ടുവെന്നും അവരാണ് പിന്നെ അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം പിന്നെ കേരളത്തിലെ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ. 2, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയോടെയുള്ള മുഖ്യമന്ത്രിയെ ആണ് ഇതിന് മുഴുവൻ പിന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നും ഹീസ് ഇൻസ്റ്റിഗേറ്റിംഗ് വയലൻസ് അഗെയിൻസ്റ്റ് മീ എന്നാണ് പറഞ്ഞത്. എനിക്കെതിരായിട്ടുള്ള ഈ വയലൻസ് മുഴുവൻ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൂടി ഒരുമിച്ച് വരാൻ കഴിയുക? പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം അരുൺ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവർക്കിടയിലൊരു അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന കണക്ക്. ഇതൊരു 2 പേരും 2 ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരാണ്. മുഖാമുഖം കാണുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവേണ്ടതില്ല. സിവിലിറ്റി ഉണ്ടല്ലോ. അതെ, അതൊരു സിവിലിറ്റി ഉണ്ട്. 2 പൗരന്മാർക്കിടയിൽ ഉണ്ടാവേണ്ട സ്വാഭാവികമായിട്ടുള്ള സാഹോദര്യഭാവം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സന്ദേശമാണ് റിപ്പബ്ലിക് ഡേയിൽ കൊടുക്കാൻ പോകുന്നത്? ഭരണഘടനയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ സാഹോദര്യം പുലർത്തുക എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ റിയൽ 2 ഹെഡുകൾക്ക്, ചുമതലകൾ വഹിക്കുന്ന 2 ഭരണാധിപന്മാർക്ക് ആ സാഹോദര്യം പുലർത്താൻ കഴിയുന്നില്ല. അങ്ങനൊരു ചിത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ആ മെസ്സേജ് തന്നെ അപ്രസക്തമായി പോകും. മിഠായി തെരുവിൽ പോയി 40 മിനിറ്റ് ചെലവഴിച്ച് ഹൽവ വാങ്ങാൻ സമയമുണ്ടാവുകയും നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് അത് സമയത്തിന്റെ പ്രശ്നമല്ല, അത് നിലപാടിന്റെ അല്ല, നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. എന്തുകൊണ്ടാണ് മിഠായി തെരുവിൽ പോയി 40 മിനിറ്റ് എടുത്ത് ഹൽവ വാങ്ങാൻ സമയം ഉണ്ടാവുന്നത് ഗവർണർക്ക്? കാണിക്കാൻ വേണ്ടി പോകുന്നു. മറുഭാഗത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളുടെ സഭയിൽ വന്ന 1.25 മിനിറ്റ് കൊണ്ട് താൻ പൂർണ്ണമായും പ്രഖ്യാപന പ്രസംഗം പേരിന് മാത്രം അവതരിപ്പിച്ച് കടന്നു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരാത്തത് കൊണ്ടും അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാവുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി, എനിക്കൊന്നു ഈ ഗവർണർ എത്രമാത്രം സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അത്രയുമാണ് ഗവർണറുടെ പെർഫോമൻസിൻ്റെ അളവായിട്ട് ഒരു പക്ഷേ കേന്ദ്രം വിലയിരുത്താൻ പോകുന്നത്. നോക്കൂ, ഇന്നലെ BNTV പറയുന്നത് എന്താണ്? ഗാന്ധിജി അപമാനിക്കുകയാണ്. RNTV പറയുന്നത് എന്താണ്? ഗാന്ധിജി അപമാനിക്കുകയാണ്. അതിനുശേഷം ഇന്ന് രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷെ അതിന് സ്റ്റാലിൻ മറുപടി കൊടുത്തു കേട്ടോ. സ്റ്റാലിൻ മറുപടി കൊടുത്തത് തിരുവള്ളൂരിൻ്റെ ആണെന്ന് തോന്നുന്നു. ഫ്ലോട്ട് വെച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. പക്ഷെ അവർ തമ്മിൽ വളരെ സൗഹൃദ സംഭാഷണമാണ്. സ്റ്റാലിനും റിപ്പബ്ലിക് ദിന വാംതുണ്ട്. ആ വാംത്ത് 2 പേരും അവിടെ മിസ്സിംഗ് ആണ്. അവിടെ മാത്രമല്ല RNTV വളരെ സൗഹൃദത്തിലാണ് സ്റ്റാലിനുമായിട്ട് പെരുമാറുന്നത്. ഷോ ഈസ് എ മെസ്സേജ് ആക്ച്വലി. അതാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ വാംത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം.
Meet the editors.